രാജ്യതലസ്ഥാനത്ത് ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിനിടയാക്കിയ കാർ ഓടിച്ചതായി കരുതുന്ന ഡോക്ടർ ഉമർ മുഹമ്മദ് കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ. സ്ഫോടനത്തിൽ ഉമർ കൊല്ലപ്പെട്ടുവെന്നും ഇയാളുടേതെന്ന് സംശയിക്കുന്ന മൃതദേഹം പോലീസ് DNA പരിശോധനയ്ക്ക് അയക്കുമെന്നാണ് റിപ്പോർട്ട്. ഉമറിന്റെ അമ്മയെയും സഹോദരങ്ങളെയും ഉൾപ്പെടെ കസ്റ്റഡിയിൽ എടുത്തതായും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ നടന്ന വൻ സ്ഫോടക വസ്തുവേട്ടയിൽ പിടിയിലായ ഡോക്ടർമാരുമായി ഉമറിന് ബന്ധമുണ്ടെന്നാണ് സൂചനകൾ. ജമ്മുകാശ്മീർ പോലീസിന്റെ നേതൃത്വത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന പരിശോധനയിൽ 2 ഡോക്ടർമാരുൾപ്പെടെ 7 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. 2900 കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തു നിർമ്മാണ സാമഗ്രികളും ആയുധങ്ങളും ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ജമ്മുകാശ്മീരിലെ നൌഗാമിൽ ഒക്ടോബർ 19-ന് സുരക്ഷാ സേനകളെ ഭീഷണിപ്പെടുത്തുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ പേരിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് വ്യാപക പരിശോധന നടത്തിയത്. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിയന്ത്രിക്കുന്ന വൈറ്റ് കോളർ ഭീകര ശൃംഖലയിലെ പ്രധാനികളാണ് അറസ്റ്റിലായതെന്ന് പോലീസ് അധികൃതർ പറഞ്ഞു. ജെയ്ഷെ മുഹമ്മദ്, അൻസാർ ഗസ്വത്ത് ഉൽ ഹിന്ദ് എന്നിവരുമായി ബന്ധമുള്ള ശൃംഖലയെ തകർക്കാൻ സാധിച്ചെന്നും പത്രക്കുറിപ്പിൽ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഡൽഹിയിൽ സ്ഫോടനമുണ്ടായത്. ഫരീദാബാദിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ മുഹമ്മദ് ഷക്കീൽ, ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തർ എന്നിവരാണ് പിടിയിലായ ഡോക്ടർമാർ. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ഉമറിനെ പോലീസ് തിരയുകയായിരുന്നു. ഇതിനിടയ്ക്കാണ് സ്ഫോടനം ഉണ്ടായത്. സ്ഫോടനം നടന്ന i20 കാറിൽ മുഖത്ത് മാസ്കും കടുനീല നിറത്തിലുള്ള ടീഷർട്ടും ധരിച്ച് ഇരുന്നയാൾ ഉമറാണെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പുറത്തു വന്ന ദൃശ്യങ്ങളിൽ കാറിനകത്ത് ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിങ്കളാഴ്ച വൈകിട്ട് 6:52-ന് ചെങ്കോട്ടയ്ക്ക് മുന്നിലുള്ള ലാൽ കില മെട്രോ സ്റ്റേഷന്റെ 1-ാം നമ്പർ ഗേറ്റിന് സമീപം സുഭാഷ് മാർഗ് ട്രാഫിക് സിഗ്നലിലാണ് കാർ പൊട്ടിത്തെറിച്ചത്. ഡോക്ടർ ഉമറിന്റെ ആദ്യ ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച വെള്ള നിറത്തിലുള്ള i20 കാറിന്റെ ഉടമയാണ് ഉമർ. ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ 1989 ഫെബ്രുവരി 24-ന് ജനിച്ച ഉമർ അൽഫല മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്. വൈറ്റ് കോളർ ടെറർ മൊഡ്യൂൾ എന്ന പേരിൽ ജമ്മുകാശ്മീർ ഹരിയാന പോലീസ് സംഘം പിടികൂടിയ ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തർ, ഡോക്ടർ മുസമിൽ ഷക്കീൽ എന്നിവരുമായി ഉമറിന് അടുത്ത ബന്ധമുണ്ടെന്നാണ് വിവരം. ഇവരെ പിടികൂടിയ വിവരമറിഞ്ഞ് ഉമർ ഫരീദാബാദിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നുവെന്നും അതേ തുടർന്നാണ് സ്ഫോടനം നടത്തിയതെന്നാണ് സൂചനകൾ. ഉമറാണ് വാഹനം ഓടിച്ചതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത്. വാഹനം 3 മണിക്കൂറിലധികം ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള പാർക്കിംഗ് സ്ഥലത്ത് പാർക്ക് ചെയ്തു എന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. വൈകിട്ട് 3:19-നെത്തിയ കാർ 6:30-നാണ് ഇവിടെ നിന്ന് പുറപ്പെട്ടത്. ഡ്രൈവർ കൈ കാറിന്റെ ജനാലയിൽ വച്ചുകൊണ്ട് കാർ പാർക്കിംഗ് സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത് ഒരു ചിത്രത്തിൽ കാണാം. കാറിന്റെ ഡ്രൈവറെ മറ്റൊരു ചിത്രത്തിൽ കാണാം. നീലയും കറുപ്പും കലർന്ന ടീഷർട്ടാണ് ഡ്രൈവർ ധരിച്ചിരുന്നത്. 3-ാമത്തെ ചിത്രത്തിൽ ദേശീയ തലസ്ഥാനത്തെ തിരക്കേറിയ റോഡിൽ കാർ കിടക്കുന്നതായി കാണാം.